Hi, good morning all. Good morning. Good morning. Okay, thank you. Good morning. അപ്പോൾ ജീവിതത്തിൽ ഒരുപാട് വിജയങ്ങൾ സ്വപ്നം കാണുന്ന ഒരു കൂട്ടം ആളുകളാണ് നമ്മൾ. അതുകൊണ്ടാണ് മറ്റുള്ള ആളുകളൊക്കെ ഇപ്പോൾ ഉറങ്ങുന്ന സമയത്ത് വളരെ എനർജറ്റിക് ആയിട്ട് ഇങ്ങനെ ഒരു ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഓരോരുത്തരും വന്നിരിക്കുന്നത് അല്ലേ. അപ്പൊ ഈ ഒരു എനർജി ഇന്നത്തെ ദിവസം മുഴുവൻ ഉണ്ടായിരിക്കട്ടെ എന്ന് ഞാൻ ആദ്യമേ ആശംസിക്കുന്നു. അപ്പോൾ നമ്മളെല്ലാവരും ഓരോരോ തിരക്കുകൾക്കിടയിൽ നിന്നാണ് ഇങ്ങനെ ഒരു സമയം മാറ്റി വെച്ചിട്ട് ഈ ഒരു ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ സമയം കണ്ടെത്തിയിട്ടുള്ളത് അല്ലേ. അപ്പൊ ജീവിതത്തിൽ എത്ര തിരക്കുണ്ടെങ്കിലും നമ്മുടെ കയ്യിൽ ഒരു നല്ലൊരു ടൈം മാനേജ്മെന്റ്, നല്ലൊരു ഡെയിലി പ്ലാൻ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ നമ്മൾക്ക് എല്ലാ കാര്യങ്ങളും ഒരുപോലെ മാനേജ് ചെയ്തിട്ട് പോകാൻ പറ്റാറുണ്ട്. അപ്പോൾ പക്ഷെ നമ്മളൊക്കെ വിചാരിക്കും കുറെ ടൈം മാനേജ്മെന്റും ഡെയിലി പ്ലാനൊക്കെ നമ്മൾ തയ്യാറാക്കിയിട്ടുണ്ടെങ്കിലും അത് കറക്റ്റ് നല്ല രീതിയിൽ അതിനെ നമുക്ക് ഫോളോ ചെയ്ത് പോവാൻ പറ്റാറില്ല. അവിടെ നമ്മൾ പല സമയത്തും ഫെയിലിയർ ആവാറുണ്ട്. അപ്പൊ നമുക്ക് പക്ക എങ്ങനെ ഒരു ടൈം മാനേജ്മെന്റ് ടെക്നിക്ക് അപ്ലൈ ചെയ്തിട്ട് മുന്നോട്ട് പോകാന്നാണ് നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത്. അപ്പോൾ ആദ്യം പറയുന്നത് ഇലോൺ മസ്കിനെ കുറിച്ച് നിങ്ങൾ എല്ലാവരും കേട്ടിട്ടുണ്ടാവും അല്ലെ. ടെസ്ലെ, അതുപോലെ സ്പേസ് എക്സ് എന്നൊക്കെ പറയുന്ന വലിയ കമ്പനിയുടെ അമരക്കാരനാണ് നമ്മുടെ ഇലോൺ മസ്ക്. അദ്ദേഹം ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ തിരക്കുള്ള മനുഷ്യനാണ്. എന്നിട്ടും നമുക്ക് പോലും ചിന്തിക്കാൻ പറ്റാത്ത രീതിയിൽ ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹം ചെയ്തു തീർക്കുന്നുണ്ട്, അതും വളരെ ഇഫക്റ്റീവായിട്ട്. അപ്പോൾ അദ്ദേഹം ഫോളോ ചെയ്യുന്ന ടൈം മാനേജ്മെന്റ് ടെക്നിക്ക് ആണ് അദ്ദേഹത്തിന് ഇത്രയും കാര്യങ്ങൾ വളരെ ഭംഗിയായിട്ട് ചെയ്തു തീർക്കാൻ പറ്റുന്നത്. അപ്പൊ അദ്ദേഹം ഫോളോ ചെയ്യുന്ന ടൈം മാനേജ്മെന്റ് ടെക്നിക്ക് ഏതാണെന്ന് നമുക്ക് ആദ്യം നോക്കാം. അതിനെയാണ് നമ്മൾ ടൈം ബ്ലോക്കിംഗ് മെത്തേഡ് അല്ലെങ്കിൽ ടൈം ബോക്സിംഗ് മെത്തേഡ് എന്നൊക്കെ പറയുന്നത്. അപ്പം ഇലോൺ മസ്ക് ഫോളോ ചെയ്യുന്ന ഒരു ടൈം മാനേജ്മെന്റ് ടെക്നിക്കാണ് ടൈം ബ്ലോക്കിംഗ് മെത്തേഡ് അല്ലെങ്കിൽ ടൈം ബോക്സിംഗ് മെത്തേഡ് എന്നൊക്കെ പറയുന്നത്. അപ്പൊ ഇവിടെ അദ്ദേഹം ചെയ്യുന്നത് ആദ്യം അദ്ദേഹത്തിന് ഓരോ ദിവസവും അദ്ദേഹത്തിന് ചെയ്തു തീർക്കാനുള്ള ആക്ടിവിറ്റീസ്, നമ്മൾക്കുണ്ടാവും ഒരു ദിവസം കംപ്ലീറ്റ് ചെയ്യാനുള്ള കുറെ ടാസ്കുകൾ. അതുപോലെ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ഒരു ദിവസം കംപ്ലീറ്റ് ചെയ്യാനുള്ള ആക്ടിവിറ്റീസിനെ അദ്ദേഹം ആദ്യമേ ലിസ്റ്റ് ചെയ്ത് വെക്കും. എന്നിട്ട് അദ്ദേഹത്തിന്റെ ഓരോ ദിവസത്തെയും 5 ബ്ലോക്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നു. ഒരു ദിവസത്തിന് ഓരോ 5 ബ്ലോക്സിന്റെ ഗ്രൂപ്പ്സ് ആയിട്ട് മാറ്റുന്നു. അങ്ങനെ ഈ ഓരോ 5 മിനിറ്റ്സിലും ചെയ്യാനുള്ള ആക്ടിവിറ്റീസ് അദ്ദേഹം അസൈൻ ചെയ്യുന്നു. ഇനി ഈ ഓരോ ചില ആക്ടിവിറ്റീസ് 5 മിനിറ്റ്സ് കൊണ്ട് കംപ്ലീറ്റ് ആവില്ല. അപ്പം 1-2 മിനിറ്റ്സ് എന്ത് ചെയ്യും, അതിന് വേണ്ടിയിട്ട് ആ ആക്ടിവിറ്റീസിന് വേണ്ടി മാറ്റിവെക്കും. ഇങ്ങനെ ഓരോ സമയത്തും ഓരോ 5 മിനിറ്റ്സിലും എന്ത് ചെയ്യണമെന്ന് അദ്ദേഹം പ്രീ പ്ലാൻഡ് ആയിരിക്കും. ഇനി ഓരോ ആക്ടിവിറ്റി ചെയ്യാനുള്ള സമയത്ത് ആ ആക്ടിവിറ്റിയിൽ കംപ്ലീറ്റ് അദ്ദേഹം കോൺസെൻട്രേറ്റഡ് ആയിരിക്കും. ആ സമയത്ത് മറ്റ് ഡിസ്ട്രാക്ഷൻസ് ഒന്നും അദ്ദേഹത്തിന് ഉണ്ടായിരിക്കില്ല. അതുകൊണ്ട് തന്നെ ആ ഒരു 5 മിനിറ്റ് ബ്ലോക്കിൽ അദ്ദേഹം എന്ത് ആക്ടിവിറ്റിയാണോ ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുള്ളത് അതിന് വേണ്ടിയിട്ടായിരിക്കും അദ്ദേഹം ആ സമയം കംപ്ലീറ്റ് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. മറ്റെന്ത് ഡിസ്ട്രാക്ഷൻസും ആ സമയത്ത് അദ്ദേഹം അവോയ്ഡ് ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ ആ ഒറ്റ കാര്യത്തിൽ മാത്രം ഒരു സമയം ഫോക്കസ് ചെയ്യുന്നത് കൊണ്ട് കൂടുതൽ പ്രൊഡക്റ്റീവായിട്ട് വളരെ ഇഫക്റ്റീവായിട്ട് ആ ഒരൊറ്റ ടാസ്ക് അദ്ദേഹത്തിന് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റാറുണ്ട്. ഇതാണ് ഇലോൺ മസ്കിന്റെ വിജയരഹസ്യം. അപ്പോൾ എന്ത് ആക്ടിവിറ്റി ചെയ്യാനുള്ള സമയത്തും ഇപ്പൊ നമ്മളൊക്കെ ചിലപ്പോൾ ഇതേപോലെ കുറെ കാര്യങ്ങൾ നമ്മളും ചെയ്തു നോക്കുന്നുണ്ടാവും. പക്ഷെ ആ സമയത്ത് നമ്മൾ ഈ ഒരു കാര്യം ചെയ്യുമ്പോൾ നമ്മുടെ മനസ്സിൽ പിന്നെ വരും, എനിക്ക് അടുത്ത കാര്യം ചെയ്യാൻ സമയം തികയോ, അത് നടക്കുവോ, ഇതിപ്പം കംപ്ലീറ്റ് ആയി തീരുവോ, അങ്ങനെ കുറെ ആവശ്യമില്ലാത്ത കുറെ ചിന്തകൾ നമുക്ക് ആ സമയത്ത് വരുമ്പോൾ നമുക്ക് ഇവിടെ ഇപ്പൊ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ആക്ടിവിറ്റിയിൽ നമുക്ക് കംപ്ലീറ്റ് ഫോക്കസ് ചെയ്യാൻ പറ്റാറില്ല. പക്ഷെ അദ്ദേഹം ആ സമയത്ത് ചെയ്യുന്ന ആക്ടിവിറ്റിയിൽ മാത്രം കൂടുതൽ സമയം കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് കൊണ്ട് തന്നെ അദ്ദേഹത്തിന് എന്ത് ചെയ്യാൻ പറ്റും, കൂടുതൽ ഇഫക്റ്റീവായിട്ട് കൂടുതൽ ഭംഗിയായിട്ട് ഈ ഒരു ടാസ്കിനെ അദ്ദേഹത്തിന് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ വളരെ പ്രൊഡക്റ്റീവായിട്ട്
ഉള്ള ആ ഒരു സമയം അദ്ദേഹത്തിന് സ്പെൻഡ് ചെയ്യാനും പറ്റുന്നുണ്ട്. ഇതാണ് ഇലോൺ മസ്കിന്റെ വിജയരഹസ്യം. അപ്പൊ ഇലോൺ മസ്ക് മാത്രമല്ല, ഇതുപോലെ ജീവിതത്തിൽ വിജയിച്ചിട്ടുള്ള ആളുകളൊക്കെ ഈ ഒരു ടൈം ബ്ലോക്കിംഗ് മെത്തേഡാണ് ഫോളോ ചെയ്തിട്ടുള്ളത്. അവരുടെ ഡെയിലി ലൈഫിൽ ഇങ്ങനെ ഒരു ടൈം ബ്ലോക്കിംഗ് മെത്തേഡ് ഇംപ്ലിമെന്റ് ചെയ്തത് കൊണ്ടാണ് അവർക്ക് അത്രയും ജീവിതത്തിൽ വിജയങ്ങൾ നേടിയെടുക്കാൻ പറ്റുന്നത്. അപ്പൊ എത്രയൊക്കെ നമ്മളുടെ മിക്ക ആളുകളിലുള്ള പരാതിയാണ്, എനിക്ക് തിരക്കാണ്, എനിക്ക് അതിന് സമയമില്ല, എനിക്ക് ഇതിന് സമയമില്ല, അല്ലെ? ഒരുപാട് എന്ത് കാര്യം പറയുമ്പോഴും എനിക്ക് തിരക്കാണ്, എനിക്ക് സമയമില്ല. പക്ഷെ ഇത്രയും ജീവിതത്തിൽ തിരക്കുള്ള ആളുകള്, ഇത്രയും കാര്യങ്ങള്, ഇലോൺ മസ്കിനെ പോലെയുള്ള ആളുകളൊക്കെ അത്രയും കാര്യങ്ങൾ ചെയ്തു തീർക്കുന്ന അവർക്കും 24 ഹവേഴ്സ് ആണ്. ഈ പറയുന്ന ആളുകൾക്കും 24 ഹവേഴ്സ് തന്നെയാണുള്ളത്. പക്ഷെ അത് യൂസ് ചെയ്യുന്ന മെത്തേഡിലാണ് വ്യത്യാസം വരുന്നത്. അപ്പം ജീവിതത്തിൽ വിജയങ്ങൾ ആഗ്രഹിക്കുന്ന നമ്മൾക്കും എന്ത് വേണം? ഇതുപോലെ വളരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള, വളരെ സ്ട്രിക്റ്റ് ആയിട്ടെന്ന് പറഞ്ഞാൽ നമ്മൾക്ക് എൻജോയ് ചെയ്ത് പോകാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ടൈം മാനേജിങ് മെത്തേഡ് നമുക്കും ഫോളോ ചെയ്യാൻ പറ്റണം. അപ്പൊ ഇനി എങ്ങനെയാണ് ഈ ഒരു ടൈം ബ്ലോക്കിംഗ് മെത്തേഡ് നമുക്കും പ്രാക്ടീസ് ചെയ്യാൻ നോക്കാം. ഇതുപോലെ ഒരു ടൈം ബ്ലോക്കിംഗ് മെത്തേഡ് നമ്മളും പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ നമ്മളും ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങൾ നമ്മുടെ ഡെയിലി പ്ലാന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? വളരെ ഭംഗിയായിട്ട് പൂർത്തീകരിക്കാൻ പറ്റും. അപ്പൊ ആദ്യം ചെയ്യേണ്ടത് ഒരു നോട്ട്ബുക്കോ അല്ലെങ്കിൽ നോട്ട് പാഡ്, നമ്മുടെ ടേബിളിൽ നമ്മൾ എപ്പോഴും കാണുന്ന രീതിയിൽ ഒരു നോട്ട്ബുക്കോ അല്ലെങ്കിൽ ഒരു നോട്ട് പാഡോ എടുത്തിട്ട് അതിൽ 3 കോളം വരയ്ക്കാം. ഫസ്റ്റ് കോളത്തിൽ ആക്ടിവിറ്റീസ്, നമ്മൾക്ക് ചെയ്യാൻ ഒരു ദിവസം കംപ്ലീറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ചെയ്തു തീർക്കാനുള്ള ആക്ടിവിറ്റീസിനെ നമ്മൾ അതിന് 1 by 1 ആയിട്ട് ലിസ്റ്റ് ചെയ്ത് വെക്കാം. അത് കഴിഞ്ഞിട്ട് സെക്കൻഡ് കോളത്തിൽ ഓരോ ആക്ടിവിറ്റിക്കും നമ്മൾ ബ്ലോക്ക് ചെയ്തിട്ടുള്ള ടൈമാണ് കൊടുക്കേണ്ടത്. അപ്പോൾ നമ്മളിപ്പോൾ ഇന്ന് രാവിലെ 5:30ക്ക് നമുക്ക് ക്ലാസ് ഉണ്ട്. അപ്പോൾ ആ 5:30 to 6 o'clock എന്താണ് നമ്മുടെ ക്ലാസ് കംപ്ലീറ്റ് ചെയ്യാനുള്ള ടൈം. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഇപ്പം ലേഡീസ് ജോലിക്കൊക്കെ പോകുന്നവരൊക്കെ ആണെങ്കിലും ഒരു 9 o'clock ആകുമ്പോഴത്തേക്കും നമ്മുടെ ജോലികൾ തീർക്കണം. അപ്പൊ ആ ഒരു രീതിയിൽ എന്ത് ചെയ്യാം, ഓരോ ടാസ്ക് അതിൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, സ്പ്ലിറ്റ് ചെയ്യാം. അങ്ങനെയുള്ള ഓരോ ആക്ടിവിറ്റീസിനെയും നമ്മൾ കറക്റ്റ് ടൈം ബ്ലോക്ക് ചെയ്തിട്ട് വെക്കുക. അതാണ് രണ്ടാമത്തെ കോളത്തിൽ ചെയ്യേണ്ടത്. ഇനി മൂന്നാമതൊരു കോളം, അവിടെയാണ് റിമാർക്ക്. അതായത് നമ്മൾ ഉദ്ദേശിച്ചിട്ടുള്ള ആക്ടിവിറ്റി നമ്മൾ അസൈൻ ചെയ്തിട്ടുള്ള ടൈമിൽ തന്നെ നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടോ? അതാണ് നമ്മുടെ റിമാർക്ക് എന്ന കോളത്തിൽ നമ്മൾ കൊടുക്കേണ്ടത്. ചില സമയത്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മൾ ഉദ്ദേശിച്ച സമയം ഒരു ഹാഫ് അവർ ആണ് നമ്മൾ ഒരു ആക്ടിവിറ്റിക്ക് വേണ്ടിയിട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പൊ ചില സമയത്ത് ചില ആക്ടിവിറ്റീസ് നമുക്ക് ഈ ഹാഫ് അവറിൽ തന്നെ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. പക്ഷെ ചിലപ്പോൾ നമുക്ക് കുറച്ച് അധികം സമയം അതിന് എടുക്കേണ്ടി വരും. ചിലപ്പം അതിനു മുൻപേ നമ്മൾ എന്ത് ചെയ്യും, അത് ചെയ്ത് തീർന്നിട്ടുണ്ടാകും. അപ്പോൾ കറക്റ്റ് ടൈമിൽ നമ്മൾ അതിനെ ചെയ്ത് തീർത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ നല്ലൊരു ടിക്ക് മാർക്ക് കൊടുക്കുക. നമ്മൾ നമ്മളെ തന്നെ നന്നായിട്ട് ഒന്ന് അപ്രീഷിയേറ്റ് ചെയ്യാം. ഇപ്പം ചില സമയത്ത് നമുക്ക് എക്സ്ട്രാ എടുക്കേണ്ടി വന്നിട്ടുണ്ടാവും. അപ്പൊ നമുക്ക് എന്ത് ചെയ്യും, ആ ഒരു ആക്ടിവിറ്റി ചെയ്ത് തീർക്കാൻ എത്ര സമയം വേണമെന്ന ഒരു നല്ലൊരു ധാരണ നമുക്ക് ഇതിലൂടെ കിട്ടും. ചിലപ്പോൾ അത്രയും സമയം വേണ്ട, അപ്പൊ ഈ ഒരു ബാക്കി സമയം നമുക്ക് മറ്റു കാര്യത്തിനൂടെ സ്പെൻഡ് ചെയ്യാൻ പറ്റും. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് ഓരോ ആക്ടിവിറ്റിയും ചെയ്തു തീർക്കാൻ പക്ക എത്ര ടൈം വേണ്ടി വരും എന്ന ഒരു നല്ലൊരു ധാരണ നമുക്ക് ഇതിലൂടെ ലഭിക്കും. അപ്പോൾ നമുക്ക് വളരെ ആക്യുറേറ്റ് ആയിട്ട് നമ്മുടെ ഓരോ കാര്യങ്ങളും പ്ലാൻ ചെയ്യാൻ നമുക്ക് ഇങ്ങനെ ഒരു മെത്തേഡിലൂടെ നമുക്ക് സാധിക്കും. അപ്പം ആക്ടിവിറ്റി, അതുപോലെ തന്നെ ടൈം ബ്ലോക്കിംഗ്, അതുപോലെ തേർഡ് റിമാർക്ക്. ഇതിലൂടെ നമുക്ക് ഇങ്ങനെ ഒരു മെത്തേഡ് നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്ത് ഇത് നമ്മൾ കറക്റ്റ് ഫോളോ ചെയ്ത് പോവാന്നുണ്ടെങ്കിൽ നമ്മൾക്ക് ഇവിടെയുള്ള ഓരോ സമയവും നമ്മുടെ ലൈഫിൽ ഒരു ദിവസത്തെ 24 ഹവേഴ്സിലുള്ള ഓരോ കാര്യങ്ങളും വളരെ ഭംഗിയായിട്ട് നമുക്ക് ഇഫക്റ്റീവായിട്ട് ചെയ്ത് തീർക്കാൻ പറ്റും. പിന്നെ അതുപോലെ തന്നെ വളരെ ക്ലിയർ ആയിട്ട് നമുക്കതിനെ പ്ലാൻ ചെയ്യാനും പറ്റും. കാരണം ഓരോന്നിനും എത്ര സമയം വേണമെന്ന ധാരണ ഇവിടെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനി ഓരോ ആക്ടിവിറ്റിക്കും നമ്മൾ ബ്ലോക്ക് ചെയ്തൊരു സമയം ഉണ്ടാവും. ആ സമയത്ത് നമ്മൾ ആ കാര്യത്തിലായിരിക്കണം കംപ്ലീറ്റ് കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത്.
അതിന്റെ ഇടയിൽ ചിലപ്പോൾ നമുക്ക് കോൾ വരും, ചിലപ്പോൾ നമുക്ക് ഫോണിൽ നോട്ടിഫിക്കേഷൻ വരും. അതിലോട്ടൊന്നും നമ്മുടെ ശ്രദ്ധ നമ്മൾ കൊണ്ടുപോകരുത്. ആ ഈ ഒരു ആക്ടിവിറ്റി ചെയ്യാൻ നമ്മൾ കംപ്ലീറ്റ് ഇപ്പൊ നമുക്ക് ഇപ്പൊ നമ്മുടെ ഒഫീഷ്യൽ വർക്കായാലും അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും വർക്കാണെങ്കിൽ കംപ്ലീറ്റ് നമ്മൾ അതിൽ മാത്രം ആ സമയത്ത് കോൺസെൻട്രേറ്റ് ചെയ്യാം. ആ സമയത്ത് മറ്റൊരു കാര്യം ഇനി ഒരു 1 ഹവർ നമ്മൾ പഠിക്കാൻ വേണ്ടി സ്പെൻഡ് ചെയ്യാന്ന് വിചാരിക്കാം. ആ 1 ഹവർ ആ പഠനത്തിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യാം. അപ്പൊ നമുക്ക് എന്ത് ചെയ്യും, അത് കൂടുതൽ പ്രൊഡക്റ്റീവ് ആയിട്ട് ആ 1 ഹവർ നല്ല രീതിയിൽ നമുക്ക് സ്പെൻഡ് ചെയ്യാൻ പറ്റും. അതിന്റെ ഇടയിൽ നമ്മൾ വരുന്ന കോഴ്സോ അല്ലെങ്കിൽ മറ്റ് ഡിസ്ട്രാക്ഷൻസിലോട്ട് നമ്മൾ പെട്ട് കഴിഞ്ഞാൽ ഈ സമയം നമുക്ക് ഇവിടെ വേസ്റ്റ് ആവുകയാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾക്ക് സോഷ്യൽ മീഡിയ യൂസ് ചെയ്യാനോ അതുപോലെ തന്നെ നമുക്ക് കോളിങ്ങിനും ഒക്കെ വേണ്ടിയിട്ട് നമ്മൾ ഒരു പർട്ടിക്കുലർ ടൈമിനെ നമ്മൾ അസൈൻ ചെയ്ത് വെക്കാം. അപ്പൊ എല്ലാ കാര്യങ്ങളും നമുക്ക് ഒരുപോലെ മാനേജ് ചെയ്തിട്ട് പോകാൻ പറ്റും. ഇപ്പൊ ഈ സമയത്ത് നമുക്ക് വരുന്ന കോഴ്സ് ഒക്കെ നമ്മളവിടെ ഒഴിവാക്കിയിട്ട് നമ്മുടെ കോളിങ്ങിന് ഒരു ടൈം നമ്മൾ വെക്കുന്നു. ആ സമയത്ത് നമുക്ക് എന്ത് ചെയ്യാം, കോൾ ചെയ്ത് എമർജൻസി കാര്യങ്ങൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ലൂസ് ചെയ്യേണ്ടി വരും. അതല്ലാണ്ട് ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് മാറ്റിവെക്കാൻ പറ്റുന്ന കാര്യങ്ങൾ ആ സമയത്ത് നമുക്ക് മാറ്റി വെച്ചേക്കാം. അപ്പോൾ വളരെ സ്ട്രിക്റ്റ് ആയിട്ട് അല്ലെങ്കിലും എൻജോയ് ചെയ്ത് പോകാൻ പറ്റുന്ന രീതിയിൽ നമ്മൾ എന്ത് ചെയ്യുക, നമ്മുടെ ടൈം ബ്ലോക്കിംഗ് മെത്തേഡ് നമ്മൾ ഫോളോ ചെയ്യാം. ഇനി ഓരോ ടൈം ബ്ലോക്കിംഗ് മെത്തേഡ്സ്, ഓരോ ടൈം ബ്ലോക്കിങ്ങിലും ഓരോ ആക്ടിവിറ്റി നമ്മൾ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ നമ്മളെ തന്നെ ഒന്ന് അപ്രീഷിയേറ്റ് ചെയ്യും. യു ആർ ഗ്രേറ്റ്. നമ്മൾ നമ്മൾക്ക് തന്നെ എന്ത് ചെയ്യാം, ഒരു പോസിറ്റീവ്നെസ് തരാം. അത് നമ്മുടെ ഉള്ളിലുള്ള പോസിറ്റിവിറ്റി നമുക്ക് ഇൻക്രീസ് ചെയ്യും. അതുകൊണ്ട് തന്നെ നെക്സ്റ്റ് ആക്ടിവിറ്റി, ഈ ഒരു ആക്ടിവിറ്റി കംപ്ലീറ്റ് ചെയ്തു, നമ്മൾ നമ്മളൊന്ന് അപ്രീഷിയേറ്റ് ചെയ്യുന്നു, ഒരു 5 മിനിറ്റ് നന്നായിട്ട് നമ്മളൊന്ന് റിലാക്സ് ചെയ്യുന്നു. അതിലൂടെ നമ്മൾക്ക് തന്നെ ഒരു എനർജി കിട്ടുന്നു. അപ്പൊ നെക്സ്റ്റ് ആക്ടിവിറ്റിയിലോട്ട് നമ്മൾ മൂവ് ചെയ്യുമ്പോൾ ആ ഒരു ആക്ടിവിറ്റി കംപ്ലീറ്റ് ചെയ്യാനുള്ള എനർജി നമുക്ക് ഇവിടെ നിന്ന് എന്ത് ചെയ്യാൻ പറ്റും, അക്വയർ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇതൊക്കെ നമ്മൾക്ക് തന്നെ തരേണ്ട കുറെ കാര്യങ്ങളാണ്, നമ്മൾ നമ്മളോട് തന്നെ ചെയ്യേണ്ട കുറെ കാര്യങ്ങൾ. ഓക്കെ, അപ്പൊ ഇനി നമ്മൾക്ക് ചിലപ്പോ ഹലോ ആരുടെയോ മൈക്ക് ഒന്ന് ഓഫ് ചെയ്യണേ, ഒന്ന് ഓൺ ആയിട്ടുണ്ട്, ശ്രദ്ധിക്കണേ. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് ടൈം ബ്ലോക്കിംഗ് അല്ലെ. നമ്മുടെ ഏത് ടൈമിലാണോ നമ്മൾ ഓരോ ആക്ടിവിറ്റിക്കും അസൈൻ ചെയ്തത് ആ സമയത്ത് ആ ആക്ടിവിറ്റീസ് മാത്രം നമ്മൾ ഫോക്കസ് ചെയ്യുന്നു. അതിനെ നമ്മൾ കംപ്ലീറ്റ് പ്രൊഡക്റ്റീവായിട്ട് വളരെ എഫക്റ്റീവായിട്ട് അതിനെ നമ്മൾ കംപ്ലീറ്റ് ചെയ്യുന്നു. എന്നിട്ട് നമ്മൾ നമ്മളെ തന്നെ അസൈൻ ചെയ്യുന്നു, അപ്രീഷിയേറ്റ് ചെയ്യുന്നു. നമ്മൾ നമ്മളെ തന്നെ അപ്രീഷിയേറ്റ് ചെയ്യുന്നു. അതുപോലെ തന്നെ ഒരു 5 മിനിറ്റ് നമ്മൾ റിലാക്സ് ചെയ്യുന്നു, വീണ്ടും നെക്സ്റ്റ് ആക്ടിവിറ്റിയിലോട്ട് നമ്മൾ മൂവ് ചെയ്യുന്നു. ഇങ്ങനെ നമ്മൾ ഫോളോ ചെയ്യുമ്പോൾ നമുക്ക് എല്ലാ കാര്യങ്ങളും വളരെ പ്രൊഡക്റ്റീവായിട്ട് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. പിന്നൊരു കാര്യമാണ്, നമ്മൾ ഇപ്പൊ ടൈമൊക്കെ അസൈൻ ചെയ്തു അല്ലെ. അപ്പൊ ഇനി നമ്മൾ ഇടയ്ക്കിടയ്ക്ക് നോക്കും ടൈം കയ്യാറായിട്ടുണ്ടോ, ഞാൻ അസൈൻ ചെയ്ത ടൈം എത്തിയിട്ടുണ്ടോ അല്ലെ. അങ്ങനെ ഒരു പ്രശ്നം നമുക്കുണ്ട്. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മളൊന്ന് ഫോണാണ് നമ്മളിപ്പോ എല്ലാവരും മിക്ക ആളുകളും ടൈം നോക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത് ഫോണാണ്. എനിക്ക് തോന്നുന്നു ഏറ്റവും ബെറ്റർ നമ്മുടെ ഈ വർക്ക് ചെയ്യുന്ന ആ ഒരു പ്ലേസിൽ, നമ്മൾ ഏറ്റവും കൂടുതൽ വർക്ക് ചെയ്യുന്ന ഒരു പ്ലേസ് ഏതാണോ അവിടെ ഒരു ക്ലോക്ക് വെക്കുന്നത് വളരെ ബെറ്റർ ആണ്. പിന്നെ ഒരു ഇഫക്റ്റീവ് ആയിട്ടുള്ള കാര്യമാണ് നമ്മുടെ ക്ലോക്ക് ഫോണിൽ റിമൈൻഡർ വെക്കുക അല്ലെങ്കിൽ ഒരു അലാറം സെറ്റ് ചെയ്യാം. ഇപ്പോൾ എൻ്റെ കേസൊക്കെ പറയുകയാണെങ്കിൽ ഞാനൊക്കെ രാവിലത്തെ ആ ഒരു സമയത്ത് ക്ലോക്കിൽ അലാറം സെറ്റ് ചെയ്തിട്ടിരിക്കുക. അപ്പൊ ആ ഒരു സമയം ബെല്ലടിക്കുന്ന സമയത്ത് നമുക്കറിയാം നമ്മുടെ ടൈം ഔട്ട് അല്ലെ. അപ്പോ നമുക്ക് ചിലപ്പോ ഇങ്ങനെ നിക്കാണ്ട് അലാറം അടിക്കുമ്പോൾ വീട്ടിൽ നിന്ന് ചീത്തേക്കാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പൊ അതുകൊണ്ട് അതൊക്കെ ശ്രദ്ധിക്കാം. അപ്പൊ ഈ അലാറം വെക്കുന്നതിനുള്ള ഗുണം എന്ന് വെച്ചാൽ നമ്മൾ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ ടൈം നോക്കാൻ പോകുന്ന പരിപാടി അത് നമുക്കറിയാം. ഈ ഒരു ടൈം ആയിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യും, അലാറം വരും നമുക്കറിയാലോ. അപ്പൊ അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ടൈം നോക്കാൻ പോയിട്ട് അവിടെയും കുറച്ച് സമയം നമ്മൾ വേസ്റ്റ് ചെയ്യുന്നുണ്ട്. അതുപോലെ ആ അലാറം നോക്കുന്ന ഒരു സമയത്തിന്റെ ഇടയിൽ വല്ല നോട്ടിഫിക്കേഷനോ എന്തെങ്കിലും കണ്ടു കഴിഞ്ഞാൽ അതിലോട്ടൊന്ന് മൂവ് ചെയ്യാനുള്ള, ഡീവിയേറ്റ് ചെയ്യാനുള്ള ചാൻസും അതിലൂടെ നമുക്ക് കുറയ്ക്കാൻ പറ്റും. അപ്പം ഒരു റിമൈൻഡർ, ഒരു കാര്യം ചെയ്ത് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളൊരു റിമൈൻഡർ സെറ്റ് ചെയ്യുക. അല്ലെങ്കിൽ ഓരോ സമയം ഓരോ 5 മിനിറ്റോ അല്ലെങ്കിൽ നമുക്ക് ഹാഫ് അവറിന്റെ ബ്ലോക്സോ ഒക്കെ ആക്കിയിട്ട് നമ്മൾ നമ്മുടെ ഡെയിലി 24 ഹവേഴ്സിനെ സ്പ്ലിറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതിനനുസരിച്ചിട്ട് നമ്മുടെ അലാറം സെറ്റ് ചെയ്ത് വെക്കാം. അപ്പൊ ആ സമയത്ത് ഈ അലാറം സ്നൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം നമ്മളുടെ ടൈം കഴിഞ്ഞു അല്ലെ.
അപ്പൊ അത് മാക്സിമം നമുക്ക് ആ ടൈമിന്റെ ഉള്ളിൽ അതിനെ കംപ്ലീറ്റ് ചെയ്യാനും പറ്റും. അതല്ല അത് നമുക്ക് പെട്ടെന്ന് അത് നമ്മുടെ ഉള്ളിലൊരു ഉണർത്തൽ അതിലൂടെ നമുക്ക് കൊണ്ടുവരാൻ പറ്റും. അപ്പൊ ഇതാണ് നമ്മുടെ ടൈം ബ്ലോക്കിംഗ് മെത്തേഡ്. ഈ ഒരു 24 ഹവേഴ്സ് നമ്മൾ ഇങ്ങനെ വളരെ സ്പ്ലിറ്റ് ആയിട്ട് ഇഫക്റ്റീവ് ആയിട്ട് നമുക്ക് അതിനെ മാനേജ് ചെയ്തിട്ട് കൊണ്ടുപോകാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ എത്ര തിരക്കുള്ള ആളുകളാണെങ്കിലും ഒരുപാട് കാര്യങ്ങൾ നമ്മൾക്ക് അതിലൂടെ ചെയ്യാൻ പറ്റും. അപ്പൊ നമ്മൾ തന്നെ കാണുന്ന ഒരുപാട് ആളുകളെ നമുക്കറിയാം. അവര് ജീവിതത്തിൽ ഒരു ജോലി ചെയ്യുന്നുണ്ടാവും, പഠിക്കുന്നുണ്ടാവും, മറ്റു കാര്യങ്ങളിൽ മറ്റ് എക്സ്ട്രാ സ്കില്ലിലൊക്കെ അവർ എന്താണ് വളരെ വ്യാപൃതരായിരിക്കും. അപ്പൊ നമ്മൾ തന്നെ ചിന്തിക്കും, ഇവർക്ക് എങ്ങനെയാണ് ചില സോഷ്യൽ ആക്ടിവിറ്റീസിൽ അവർ സ്പെൻഡ് ചെയ്യുന്നുണ്ട്, അപ്പൊ ഇവരെങ്ങനെയാണ് ഇത്രയും കാര്യങ്ങളൊക്കെ മാനേജ് ചെയ്ത് പോകുന്നത്. പക്ഷെ അവരൊക്കെ എന്താണ് നല്ല ഒരു ടൈം മാനേജ്മെന്റ് മെത്തേഡിലൂടെയാണ് അവർ ഫോളോ ചെയ്യുന്നത്. അതുകൊണ്ടാണ് അവർക്ക് ഇത്രയും കാര്യങ്ങൾ അവരുടെ ലൈഫിൽ ചെയ്യാൻ പറ്റുന്നത്. അപ്പൊ ഇതുപോലെയുള്ള ടൈം ബ്ലോക്കിംഗ് മെത്തേഡ്സ് ഒക്കെ നമ്മളും ഫോളോ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. നമ്മൾക്കൊക്കെ അറിയാം ടൈം മാനേജ്മെന്റും ഒക്കെ, പിന്നെ ടു ഡു ലിസ്റ്റും നോ ടു ഡു ലിസ്റ്റ് എല്ലാം നമ്മളും തയ്യാറാക്കുന്നുണ്ട്. പക്ഷെ കറക്റ്റ് അതിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, ഫോളോ ചെയ്യാൻ പറ്റുന്നില്ല. അപ്പൊ അതുകൊണ്ട് ഇങ്ങനെ കറക്റ്റ് ഫോളോ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ടൈം ബ്ലോക്കിംഗ് മെത്തേഡ് ഇന്ന് തന്നെ ഓരോരുത്തരും പ്രാക്ടീസ് ചെയ്ത് തുടങ്ങും. അപ്പൊ ജീവിതത്തിൽ ഇന്ന് അപ്പൊ നമ്മൾക്ക് നമ്മളെ കുറിച്ചൊരു ധാരണ ഇതിലൂടെ നമുക്ക് കൊണ്ടുവരാനും പറ്റും. ഒരുപാട് കാര്യങ്ങൾ നമ്മൾക്ക് വളരെ ഇഫക്റ്റീവായിട്ട് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. ഇപ്പൊ 1 മണിക്കൂർ കൊണ്ട് തീർക്കേണ്ട കാര്യം നമ്മൾ ചിലപ്പോൾ 2-3 മണിക്കൂർ വെച്ച് തീർക്കാം. സമയമുണ്ടല്ലോ. അങ്ങനെയുള്ള ആളുകൾക്കൊക്കെ എന്ത് ചെയ്യാം, ഈ ടൈം ബ്ലോക്കിംഗ് മെത്തേഡ് വളരെ ഇഫക്റ്റീവ് ആയിരിക്കും. ഓക്കെ, അപ്പൊ ഇത്രയാണ് നമ്മളുടെ ഇന്നത്തെ ഒരു ടൈം മാനേജ്മെന്റ് ടെക്നിക്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇലോൺ മസ്കിനെ പോലെയുള്ള അത്രയും തിരക്കുള്ള ആളുകൾക്കും ഈ 24 ഹവേഴ്സ് വളരെ ഇഫക്റ്റീവ് ആയിട്ട് സ്പെൻഡ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ നമ്മളെ പോലെയുള്ളവർക്കും ഇത് സ്പെൻഡ് ചെയ്തിട്ട് ഏറ്റവും വലിയ നല്ല നല്ല ഉന്നത നിലവാരത്തിലുള്ള ഒരുപാട് വിജയങ്ങൾ അറ്റൈൻ ചെയ്യാൻ പറ്റുന്ന വ്യക്തികളാവാൻ നമ്മൾക്കും സാധിക്കും. അതിന് നമ്മൾക്കും സാധിക്കട്ടെ എന്ന് ഓരോരുത്തരോടും ആശംസിക്കുന്നു. താങ്ക് യു ഡിയേഴ്സ്. അപ്പൊ ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ ചോദിക്കാട്ടോ. കേൾക്കാൻ പറ്റിയില്ല, എന്നാലും വളരെ നല്ല ക്ലാസ് ആണെന്ന് മനസ്സിലായി കേട്ടോ. ഞാൻ കുറച്ച് കഴിഞ്ഞാണ് ജോയിൻ ചെയ്യാൻ പറ്റിയത്. എന്തായാലും റെക്കോർഡ്സ് കേൾക്കാം. നല്ല പ്രസന്റേഷൻ ആയിരുന്നു. താങ്ക് യു മാം. താങ്ക് യു മാം. അപ്പൊ ഇന്ന് തന്നെ എല്ലാവരും ഓരോരുത്തരും നോട്ട്ബുക്ക് ഒക്കെ വെച്ചിട്ട് ഇതുപോലെ ടൈം ബ്ലോക്കിംഗ് മെത്തേഡ്സ് ഒക്കെ പ്രാക്ടീസ് ചെയ്യാം. വളരെ നല്ല ക്ലാസ് ആയിരുന്നു. ടൈമിനെ കുറിച്ച് വളരെ കാര്യങ്ങൾ അറിയാനും മനസ്സിലാക്കാനും സാധിച്ചു. നമ്മൾ വർക്കിങ്ങും എല്ലാ കാര്യങ്ങളൂടെ ഒക്കെ ആകുമ്പോഴത്തേക്ക് വീട്ടിലെ കാര്യങ്ങളൂടെ ആകുമ്പം നമുക്ക് ടൈം നമ്മുടേതായ ഉള്ള ടൈം വളരെ കുറവാണ്. അപ്പൊ അതിന് ടൈം അധികം കിട്ടാറുമില്ല. അപ്പൊ ഈ ഒരു സെക്ഷൻ അതിനെപ്പറ്റി ചിന്തിക്കാൻ വേണ്ടിയിട്ട് വളരെ ഉപകാരപ്രദമായിരുന്നു. അതെ, ഇങ്ങനെ ജോലിക്ക് പോകുന്ന മിക്ക സ്ത്രീകളുടെയും പ്രശ്നമാണ് സ്വന്തം കാര്യങ്ങൾ നോക്കാൻ അവർക്ക് വളരെ ടൈം കുറവായിരിക്കും. അപ്പൊ ഇതുപോലെ ഓരോ കാര്യത്തിനും ഓരോ ടൈം അസൈൻ ചെയ്യാം, ആ സമയത്ത് അത് ക്ലോസ് ചെയ്യാം. പിന്നെ അതപ്പോൾ നമുക്ക് നമ്മുടെ കാര്യത്തിലും നമ്മുടെ മെഡിറ്റേഷൻസും നമ്മുടെ ഫിസിക്കൽ എക്സസൈസോ അങ്ങനെയുള്ള കാര്യങ്ങളിലോട്ടൊക്കെ, അല്ലെങ്കിൽ നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു 10-15 മിനിറ്റ് സ്പെൻഡ് ചെയ്യാനും നമുക്ക് അതിലൂടെ സാധിക്കും. താങ്ക് യു ഫാസില മാം. ഓക്കെ, താങ്ക് യു ആൾ. ഇനി കൂടുതലൊന്നും ഇല്ലെങ്കിൽ നമുക്കിവിടെ വൈൻഡപ്പ് ചെയ്യാം. താങ്ക് യു ആൾ.